ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च विरूपं साग्रजातं सगणरघुनाथां विदं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 6, 16 ശ്ലോകം മുതൽ. നാതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതാം ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. നാതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തം അനശ്നതാം ന ചാതി സ്വപ്നശീലസ്യ जागृतो नैव च अर्जुन. हरे कृष्णा. श्रीदेवी माता जी. हरे कृष्णा. ओम नमो भगवते वासुदेवाय. नात्यश्नदस्तु योगोस्ति न चैकान्तमनश्नदः न चान्दी स्वप्नशीलस्य जाग्रतो नैव चार्जुन. हरे कृष्णा. हरे बोल. सिनी माता जी. हरे कृष्ण. नात्यश्नतस्तु योगोस्ति न चैकान्तमनश्नता न चादि स्वप्नशीलस्य जाग्रतो नैव चार्जुन. हरे बोल. सावित्री माता जी. हरे कृष्णा. नात्यश्नतस्तु योगोस्ति न चैकान्तमनश्नता न चाली स्वप्नशीलस्य जाग्रतो नैव चार्जुन. हरे कृष्ण. മഞ്ജു മാതാജിന്റെ അവിടെ ഇല്ല, എത്തിയിട്ടില്ല. വരുന്നുണ്ട്. ഒരു മിനിറ്റ്. नात्यश्नतस्तु योगोस्ति न चैकान्तमनश्नता न चादि स्वप्नशीलस्य जाग्रतो नैव च अर्जुन. हरे बोल. रोशी माता जी. ഓക്കെ, ഋഷി മാതാജി ഇല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. വിവർത്തനം കൂടി വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. Hare Bol. There is no possibility of one's becoming a yogi. Oh Arjuna, if one eats too much or eats too little, sleeps too much or does not sleep enough. ഒരു യോഗി, എസ്പെഷ്യലി ഒരു ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്താണ് ആഹാരം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഇതെല്ലാം വളരെ കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു യോഗാഭ്യാസം ചെയ്യാൻ പറ്റും. നെക്ടർ ഓഫ് ഡിവോഷനിൽ പറയുന്ന അത്യാഹാര പ്രയാസ പ്രജൽപോ നിയമാഗത ജനസംഘർഷ ലൗല്യം ച ഷഡ്ഭിർ ഭക്തി വിനശ്യതി. ഈവൻ ഭക്തി
ഈ 6 അത് അത് ഫേവറബിൾ അല്ല. അത് പിന്നെ അത് നശിപ്പിക്കും. അത്യാഹാരം കൂടുതൽ കഴിക്കുന്നത്. നമ്മൊരു യോഗി എന്ന് പറഞ്ഞാൽ ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ, അത്ര കഴിക്കാൻ പാടുള്ളൂ. വളരെ മിതാഹാരം, അത് കുറച്ച് കൊണ്ടുവരണം. നമ്മൾ ആഹാരത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല യോഗ അഭ്യാസം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഈവൻ ധ്രുവ മഹാരാജാവ് യോഗ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണ് അവര് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. പിന്നെ വെള്ളമായി, പിന്നെ വെറും വായുവായി. അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇത് ചെയ്യേണ്ടത് യോഗാഭ്യാസം ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി ധ്യാനയോഗം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത് ഇവിടെ. അപ്പോൾ നമ്മളെ ഭക്തിയോഗികൾക്ക് മിതാഹാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈവൻ ഇവിടെ പറയുന്നത് ഒരു യോഗി എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഭക്തിമാർഗം എടുക്കുകയാണെങ്കിൽ, വാച്ചോ വേഗം, മനസാക്രോധ വേഗം, ജിഹ്വാ വേഗം, ഉദരോ അപഷ്ട വേഗം, ഏതാൻ വേഗാന്യോ വിഷഹേദ ധീര സർവം അഭിമാം പൃഥ്വിംശ ശിശ. ഒരു ഗോസ്വാമി തലത്തിലേക്ക് ഉയരണം. അനാവശ്യമായിട്ട് ഭൗതിക കാര്യങ്ങളിൽ യാതൊരു ആസക്തിയും പാടില്ല. നമ്മുടെ 6 ത്വരകൾ നിയന്ത്രിക്കണം. വാച്ചോ മനസാക്രോധ, ജിഹ്വ, ഉദര, അപഷ്ട. അതിൽ ആദ്യത്തെ 3 സൂക്ഷ്മമായിട്ടുള്ളതാണ്, പിന്നത്തെ 3 സ്ഥൂലമായിട്ടുള്ള ത്വരകളാണ്. അപ്പൊ ഇത് എത്തിയാൽ മാത്രമേ നമുക്ക് ഒരു യോഗ, ഭക്തി യോഗത്തിന്റെ ഒരു ശരിക്കും സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ഗോസ്വാമി ആയിരിക്കണം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഗോസ്വാമി ആവുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആരാണോ നിയന്ത്രിക്കാൻ പഠിച്ചത് അവർ ഗോസ്വാമി, അല്ലാത്ത ആൾക്കാർ ഗോദാസ. ഇപ്പോൾ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഉപദേശാമൃത. അപ്പോൾ ആ തലത്തിലുള്ള യോഗികൾക്കാണ് പിന്നീടുള്ള ആ കാര്യങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഗോദാസന്മാർക്ക് പറഞ്ഞതല്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഭക്തിയോഗം അത് വളരെ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് ധ്യാനയോഗമാണ്. അപ്പോൾ ധ്യാനയോഗിയും കൂടിയ എല്ലാ കാര്യങ്ങളും നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കൂടുതൽ കഴിക്കാൻ പാടില്ല, വളരെ മിതമായിട്ടേ കഴിക്കാൻ പാടുള്ളൂ. നമ്മളുടെ ഒരു സിറ്റി ലൈഫ്, മറ്റേ ഗൃഹസ്ഥാശ്രമമൊക്കെ വിട്ടുപോകണം. യാതൊരു തരത്തിലുള്ള സെൻസ് എൻജോയ്മെന്റും പാടില്ല. ടോട്ടലി ഫ്രീ ഫ്രം ഓൾ ദിസ് എൻജോയ്മെന്റ്, സോ മെറ്റീരിയൽ എൻജോയ്മെന്റ്. എന്നിട്ട് കാട്ടിൽ പോകണം. കാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ പേടിയില്ലാതിരിക്കണം ആദ്യം തന്നെ. യമനിയമങ്ങൾ പാലിക്കണം, പിന്നെ ആസനങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ പ്രാണായാമം, ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് പറയുന്നത് ഇവിടെ അർജുനനോട് ഭഗവാൻ. അതായത് ഒരു യോഗി ആവണമെങ്കിൽ ഇതെല്ലാം നമ്മൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു യോഗി വരാനാവാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ വീട്ടില് അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ വേറെ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആരെങ്കിലും വരാൻ നമുക്ക് ചുടുചുരുങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ശീലമാണ് അല്ലേ. അപ്പൊ അതൊന്നും അവിടെ ചെന്നാൽ കിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന് ധ്യാനിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഓർക്കുകയാണെങ്കിൽ പിന്നെ ധ്യാനം ഇവിടെ നടക്കുന്നു. അമ്മയും അച്ഛനെയും മക്കളെയും ഭാര്യയും ഭർത്താവിനെയും ഒക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാനം നടക്കില്ലേ. അപ്പൊ ഇതൊന്നും ഈ ആസക്തി വരും പാടില്ല. അതായത് ഒരു മെൻഡിക്കന്റ് അല്ലെങ്കിൽ ഒരു യോഗി എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കില്ല. നമ്മുടെ ഒരു തീരുമാനം എടുത്തു, ഒരു ബ്രഹ്മചാരി ആവണം, അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥനാവണം, അല്ലെങ്കിൽ ഒരു വാനപ്രസ്ഥമാവണം, സന്യാസിയാവണം. ഇതിന്റെ അതാത് ആശ്രമത്തിലുള്ള ആ കാര്യങ്ങൾ നമ്മൾ മുറയ്ക്ക് ചെയ്താലേ പറ്റുള്ളൂ. ബ്രഹ്മചാരിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യമനിയമങ്ങൾ പാലിക്കാനുണ്ട്. അതേപോലെ സന്യാസി വരണം, അതേപോലെ വാനപ്രസ്ഥ. ഗൃഹസ്ഥന്മാർക്ക് മാത്രമാണ് ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇന്ദ്രിയഭോഗങ്ങളിൽ. ബാക്കി ആർക്കും ഡിസ്കൗണ്ട് ഇല്ല. അവിടെ വളരെ സിൻസിയറായിട്ട് വളരെ ഓസ്റ്ററിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ യോഗി എന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യം വളരെ നിസ്സാരമായിട്ട് എടുത്താൽ നമുക്ക് യോഗ്യനാവാൻ പറ്റില്ല. അത് ബ്രഹ്മചര്യാണ് ശരി, ബ്രഹ്മചര്യം പാലിക്കാൻ അത്ര ഈസി ഒന്നല്ല. എസ്പെഷ്യലി ഇന്നത്തെ കലികാലത്ത്, ഇന്നത്തെ സോക്കോൾ മോഡേൺ ഇറയില് ഒരു ബ്രഹ്മചര്യം ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സന്യാസം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്.
അതുകൊണ്ടാണ് സന്യാസം ഈ കലികാലത്തിൽ വർജിച്ചിരിക്കുന്നത്. സന്യാസം പറഞ്ഞു, പക്ഷെ എങ്കിലും കൂടിയും അത്രയും ഡിറ്റർമിനേഷനുള്ള ഒരാൾക്ക് മാത്രമേ സന്യാസം എടുക്കാൻ പാടുള്ളൂ. സാധാരണ ജനറലി അത് റെക്കമെൻഡഡ് അല്ല. അപ്പോൾ ഇവിടെ ഒരു യോഗി വര്യൻ, ഒരു ധ്യാനയോഗി പാലിക്കേണ്ട ചില കാര്യങ്ങളാണ്, 2 കാര്യങ്ങളാണ്. അതായത് കൂടുതൽ കഴിക്കാൻ പാടില്ല, ഓർ ഈറ്റ്സ് ടു ലിറ്റിൽ, കുറച്ചും കഴിക്കാൻ പാടില്ല, മിതമായിട്ട്, അത് മിതാഹാരം. സ്ലീപ്സ് ടു മച്ച് ഓർ ഡസ് നോട്ട് സ്ലീപ് ഇനഫ്, കൂടുതൽ ഉറങ്ങാനും പാടില്ല, കുറവ് ഉറങ്ങാൻ പാടില്ല. കൂടുതൽ ഉറങ്ങിയാൽ നമ്മൾ ലേസി ആയി പോകും. കുറഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല, ഉറക്കം വരും. എസ്പെഷ്യലി ഈ ധ്യാനയോഗം എന്ന് പറയുന്നത് പലപ്പോഴും പ്രഭാതം എഴുതുന്നുണ്ട്, 2 കണ്ണും പകുതി അടയ്ക്കുക, മുഴുവൻ അടയ്ക്കാൻ പാടില്ല. മുഴുവൻ അടച്ചെന്തായി ഉറക്കം വരും. പിന്നെ അത് 2ന്റെ ഇടയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടിപ്പ് ഓഫ് ദ നോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയും. സോ ഇറ്റ്സ് നോട്ട് ഈസി ജോക്ക്. അത്രയും ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണത്. അപ്പം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് തോന്നരുത്, ഈസിയാണ് എന്ന് തോന്നരുത്. റെഗുലേഷൻ ആൻഡ് ഓഫ് ഡയറ്റ് ആൻഡ് സ്ലീപ്പ് ഈസ് റെക്കമെൻഡഡ് ഹിയറിൻ ഫോർ ദ യോഗീസ്. അപ്പോൾ അവർക്കും യോഗിവര്യന്മാർക്ക് എല്ലാം വിട്ടു. അപ്പോൾ ഓരോ സ്ഥലമുണ്ട്, അവർ ഇത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ അഷ്ടാംഗയോഗിക്കുള്ളത് കംപ്ലീറ്റ് വിടും. ഈവൻ ഇപ്പോൾ നമ്മുടെ ഹിരണ്യകശിപു അല്ലേ, ഹിരണ്യകശിപ്പൊക്കെ എത്രയോ 1000 വർഷം ആണ് അവർ ഈ ധ്യാനം എന്തിനു വേണ്ടിയിട്ട്, ഭൗതിക ആസ്വാദനത്തിന് വേണ്ടിയായിരുന്നു, മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എങ്കിലും വളരെ കഠോരമായിട്ടുള്ള തപസ്സ ചെയ്തത്. ഒക്കെ അങ്ങനത്തെ യോഗിവര്യന്മാരുണ്ട്. എത്രയോ 1000 വർഷമില്ല, ഈവൻ വായും കൂടി ദേശിച്ചു. ആകെ എല്ലാ ഡെമിഗോഡ്സും പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നിട്ടാണ് ബ്രഹ്മാവ് വന്നിട്ട് ചോദിക്കുക, എന്താണ് വേണ്ടത്, എന്താണ് വരം വേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗിവര്യന്മാരുണ്ട്. അത് ഭഗവാന്റെ ഭക്തിക്കല്ല, പക്ഷേ എന്തിനാണ്, താൻ കൺട്രോളർ ആവണം എന്നുള്ള ആ ഭൗതിക ഇച്ഛ സബലീകരിക്കാൻ വേണ്ടിയാണ്. സോ ടു മച്ച് ഈറ്റിംഗ് മീൻസ് ഈറ്റിംഗ് മോർ ദാൻ ഈസ് റിക്വയർഡ് ടു കീപ് ദ ബോഡി ആൻഡ് സോൾ ടുഗദർ. ഈറ്റിംഗ് മോർ ദാൻ is required to keep the body and soul together. So there is no need for men to eat animals because there is an ample supply of grains, vegetables, fruits and milk. പിന്നെ അത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോൺ വെജിറ്റേറിയൻ ക്രൂരമായിട്ടുള്ള ഹത്യ ചെയ്തിട്ട് ഹിംസ പ്രാക്ടീസ് ചെയ്തിട്ട് അതെല്ലാം നമ്മൾ വലിച്ച് വായിൽ കയറ്റിയിട്ട് നമ്മൾ യോഗ ചെയ്യാൻ പോകണമെന്നും നടക്കില്ല. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തെങ്കിലും നമ്മൾ നിൽക്കണം. തമോ ഗുണം രജോ ഗുണത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെജിറ്റബിൾസ്, നമ്മൾ ക്രൂരകൃത്യങ്ങളും പാപകർമ്മങ്ങളും ചെയ്യാത്ത ആൾക്കാരായിരിക്കണം. അപ്പോൾ നമ്മളുടെ ആഹാര രീതിയും വെറും സാത്വികമായിട്ടുള്ള ആഹാര രീതി ആയിരിക്കണം. വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക്. സച്ച് സിമ്പിൾ ഫുഡ് സ്റ്റഫ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നസ്. സത്വഗുണത്തിലുള്ള ഫുഡായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, ജ്യൂസി ആയിരിക്കണം, നറിഷിങ് ആയിരിക്കണം. അതിൽ ക്രൂവൽറ്റി, അതായത് ഹിംസ ഒരിക്കലും പാടില്ല. അങ്ങനത്തെ ആ ഡയറ്റ് ആയിരിക്കണം. അത് മിതാഹാരമായിരിക്കണം. അക്കോർഡിംഗ് ടു ദ ഭഗവത്ഗീത, അനിമൽ ഫുഡ് ഈസ് ഫോർ ദോസ് ഇൻ ദ മോഡ് ഓഫ് ഇഗ്നോറൻസ്. അനിമൽ ഫുഡ് ആരാണ് കഴിക്കുക? തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ് മൃഗങ്ങളെ വന്ന് കഴിക്കുന്നത്, മാംസാഹാരം കഴിക്കുന്നത്. Therefore, those who indulge in animal food, drinking, smoking and eating food which is not first offered to Krishna will suffer sinful reactions because of eating only polluted things. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസ് വരും. മത്സ്യം, മാംസം, അതേപോലെ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, അങ്ങനെ ജങ്ക് ഫുഡ്, ഇതൊക്കെ തമോ ഗുണത്തിലാണ്. ഇപ്പോൾ ഇതൊന്നും കഴിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ധ്യാനം ചെയ്യാൻ പറ്റില്ല. ഭജതേ ഇവിടെ എന്താണ് പറയുന്നത്, ഭൂഞ്ചതേത്തെ തുകം പാപം ഏ പചന്തി ആത്മകർമ്മ യജ്ഞശിഷ്ടാസിനോ സന്തോ മുച്ചന്തേ സർവകിൽ വിഷയ് ഭൂഞ്ചതേത്തെ തുകം പാപം ഏ പചന്തി ആത്മകാരണ. അതായത് ഭഗവാന് സമർപ്പിക്കാത്ത നമ്മൾ എന്ത് കഴിക്കുന്നുവോ
അതെന്താണ്? നമ്മൾ പാപമാണ് കഴിക്കുന്നതെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും. അപ്പോൾ എന്ത് നമ്മൾ കഴിക്കുന്നു, യത് കരോസി യദസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസു കൗന്ദേയ തത് കുരുഷ മതർപ്പണം. എന്ത് കഴിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപസ് ചെയ്യുന്നുവോ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഭഗവാൻ അർപ്പണം. പക്ഷെ അതൊരു ജനറൽ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻ, എസ്പെഷ്യലി ആഹാരത്തിൻ്റെ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ എന്താണ്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തിയ ഉപഹൃതം അസ്നാമി പ്രേതാത്മന. അപ്പോൾ ഇതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് കഴിക്കുമ്പോഴും അത് എനിക്ക് ഇത് ചെയ്യണം, സമർപ്പണം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തും കഴിക്കാൻ പാടില്ല, ഇതെന്നതൊക്കെ കഴിക്കാൻ പാടുമെന്ന് സ്പെസിഫിക് ആയിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും ഭഗവാൻ പറഞ്ഞാൽ എന്ത് കഴിക്കുന്നു, എന്തും കഴിക്കാം, പക്ഷേ ഭഗവാന് സമർപ്പണം ചെയ്യാം. അതുകൊണ്ട് മാംസം വെച്ചിട്ട് നമുക്ക് കഴിക്കാം, ഭഗവാൻ മാംസം അർപ്പണം ചെയ്ത് നമുക്ക് കഴിക്കാം. ഇല്ല, അതൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം. അവിടെ നോൺ വെജിറ്റേറിയൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ശ്ലോകത്തിനെ മാത്രം പിടിച്ചു നിൽക്കാതെ അതിൻ്റെ മുമ്പിലെയും അതിൻ്റെ പിന്നിലുള്ള ശ്ലോകങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും അതിന് ഒരു ശ്ലോകത്തിന് മാത്രം കോട്ട് ചെയ്യും. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മുമ്പും പിമ്പുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കാതെ അത് മാത്രം തൂങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അത് അബദ്ധമാണ്. അപ്പോൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേജ് വായിച്ചിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്താൻ പാടില്ല. ആ പുസ്തകം മുഴുവൻ വായിക്കണം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്യാതെ എന്ത് കഴിക്കുന്നു അത് പാപം മാത്രമാണ് എന്ന് പറയുന്നത്. എനിവൺ ഹു ഈറ്റ്സ് ഫോർ സെൻസ് പ്ലഷർ ഓർ കുക്സ് ഫോർ ഹിംസെൽഫ് നോട്ട് ഓഫറിംഗ് ഹിസ് ഫുഡ് ടു കൃഷ്ണ ഈറ്റ്സ് ഓൺലി സിൻ. പാപം മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ one who eats sin and eats more than is allotted to him cannot execute perfect yoga. നമ്മൾ പാപം കഴിക്കുന്നു, ഭഗവാന് സമർപ്പണം ചെയ്യാതെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള കാര്യങ്ങൾ കഴിക്കുന്നു. അതൊന്നും ഭഗവാന് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നെല്ലാം പാപമാവുന്നു. അത് മാത്രമല്ല, നമുക്ക് അലോട്ട് ചെയ്യാത്ത കോട്ട നമ്മുടേതല്ല, നമ്മുടെ കോട്ടയല്ല, മറ്റുള്ളവരുടെ കോട്ട അപഹരിച്ചിട്ട് നമ്മുടെ ഇത് ചെയ്യാണ്. മറ്റുള്ളവരുടെ സ്ഥലം നമ്മൾ ആക്രമിച്ചെടുക്കുന്നില്ലേ? ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറയും അല്ലേ? വേലി കുറച്ച് എല്ലാ കൊല്ലം വേലി കെട്ടുമ്പോൾ നീട്ടി കെട്ടുക, മറ്റുള്ള സ്ഥലം കൂടി അപഹരിക്കുക. നമ്മുടെ കോട്ടയല്ല അത്. എപ്പോഴും ഞാൻ പറയുന്നില്ല, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരുപാട് പണം വരുന്നുണ്ട്. അത് ആ സ്റ്റാഫിൻ്റെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുടെ പൈസ അല്ല, പബ്ലിക് മണിയാണ്. ആ ബാങ്കിൻ്റെ പൈസയാണത്. അദ്ദേഹത്തിന് എടുക്കാനുള്ള അനുവാദമില്ല. അത് ഹാൻഡിൽ ചെയ്യണം പ്രോപ്പർലി. അത് എന്നിട്ട് തൻ്റെ കമ്പനിക്ക് ആരാണോ അതിൻ്റെ അതോറിറ്റി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അതെടുത്ത് ചിലവാക്കേണ്ടതില്ല. അത് നമ്മുടെ കോട്ടയല്ല. നമ്മളതുകൊണ്ട് എൻക്രോച്ച് അപ്പോൺ അതർ പ്രോപ്പർട്ടി, മറ്റുള്ളവരുടെ ആ ഒരു കാര്യങ്ങൾ, ധനമായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് പാപം. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അലോട്ട്മെന്റ് ഉണ്ട്. ഫുഡ് സ്റ്റഫ്, മനുഷ്യനും എന്താണ് വെജിറ്റേറിയൻ ആണ്, ശാകാഹാരി, മാംസം കഴിക്കാൻ ആവശ്യം വരുന്നില്ല. ഇഷ്ടംപോലെ വെജിറ്റബിൾ ഉണ്ട്, അതേപോലെ പയർവർഗ്ഗങ്ങളുണ്ട് അല്ലെ, മിൽക്ക് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ജീവികളെ ഉപദ്രവിച്ച് അവരെ കൊന്നതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈറ്റ്സ് ഓൺലി സിൻ. ആൻഡ് one who eats sin and eats more than is allotted to him cannot execute perfect. അതായത് നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കോട്ടയുടെ അവരുടെ ആ ഒരു ഇതാണ് ഫെസിലിറ്റിയാണ് നമ്മൾ ഡിപ്രൈവ് ചെയ്യുന്നത്. അവർക്കുള്ള കാര്യം കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവരെന്ത് കഴിക്കും? അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഇംബാലൻസ്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. എല്ലാവരും അക്യുമുലേറ്റ് ചെയ്യാണ്. കുറേ ധാന്യങ്ങളുണ്ട്, ഞാൻ എൻ്റെ ഗോഡൗണിൽ അത് അക്യുമുലേറ്റ് ചെയ്യുകയാണ്, അത് ആർക്കും കൊടുക്കുന്നെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ പട്ടിണിയാവില്ലേ? അതുകൊണ്ട് നമുക്ക് അലൗട്ട് ചെയ്താൽ എന്താ, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് എന്തൊരു ആവശ്യം അത്ര മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പ്രഭാത് പറയുന്ന ആ സ്റ്റോറി, ഒരു ചാക്കാരി നമ്മുടെ റോഡിലിടുകയാണെങ്കിൽ പക്ഷി വന്നിട്ട് എത്രയോ ധാന്യം വേണ്ടത് അത്ര 3-4 ധാന്യം വേണ്ട, അത് തൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊണ്ട് അത് സംതൃപ്തിയായി. ഒരു മനുഷ്യൻ അതുകൂടെ വരികയാണെങ്കിൽ ആ ചാക്കും തോളിലിട്ടിട്ട് തൻ്റെ ഗോഡൗണിൽ കൊണ്ടിടും.
ഇപ്പം എത്രയോ പക്ഷികളും എത്രയോ ആൾക്കാർക്കും കഴിക്കാൻ ഉള്ള സാധനം അത് ഒരാൾ മാത്രം തന്നെ ഗവൺമെന്റ് കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നു. അപ്പോൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കാത്തത് കൊണ്ടാണ് സൊസൈറ്റിയിൽ ഒരു ഇംബാലൻസ് വരുന്നത്. അതുകൊണ്ട് പല ആൾക്കാരും പട്ടിണി കിടക്കുന്നത്. ഹോർഡിങ് ഇറ്റ്. So one who eats sin and eats more than is allotted to him cannot execute perfect yoga. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ശരിക്കും യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. It is best that one eat only the remnants of foodstuff offered to Krishna. ഏറ്റവും നല്ലത് എന്താണ്? ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് അതിൻ്റെ റെമനൻസ് ഉച്ചിഷ്ടം കഴിക്കുക. Person in Krishna consciousness does not eat anything which is not first offered to Krishna. Therefore, only the Krishna conscious person can attain perfection in yoga practice. നമ്മുടെ ശാസ്ത്രം പറയുന്നു മൂന്ന് തരത്തിലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ശക്തി, നമ്മുടെ സ്പിരിച്വൽ ശക്തി കൂടാൻ വേണ്ടിയിട്ട്. എന്താണ്? ഭക്തപാദധൂലി, ഭക്തപാദജല, ഭക്തഭുക്തി അവശേഷ, 3 മഹാൻബൽ. ഓക്കെ, ഭക്തപാദധൂലി, ഭക്തപാദജൽ, ഭക്തഭുക്ത അവശേഷ, 3 മഹാബൽ. അപ്പൊ ഈ 3 നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ശക്തി തരുന്നു. ഭക്തന്മാരുടെ പാദധൂളി, ഭക്തന്മാരുടെ പാദം കഴുകിയിട്ടുള്ള ഇത് ജലം, അതിന് ഭക്തഭുക്ത അവശേഷം, ഭക്തന്മാർ കഴിച്ചിട്ടുള്ള ആ ഉച്ചിഷ്ടം. ഇത് നമുക്ക് 3 സ്പിരിച്വൽ സ്ട്രെങ്ത് തരും. പക്ഷെ സാധാരണ കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർ അവർ വിചാരിക്കും ഇത് വളരെ നിമ്നമായിട്ടുള്ള, അതായത് വളരെ ലോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നല്ല, അത് നമുക്ക് ഉദാഹരണം നമുക്ക് കൊടുക്കാം. നാരദ മഹർഷി തൻ്റെ പൂർവ്വജന്മത്തിലെ ഒരു മെയ്ഡ് സെർവൻ്റെ മകനായിരുന്നു. അദ്ദേഹം ഭക്തിവേദാന്ത ഡിവോട്ടീസിൻ്റെ ആ റെമനൻസ്, അവർ കഴിച്ചിരുന്ന ആ പ്രസാദത്തിൻ്റെ റെമനൻസ്, ഉച്ചിഷ്ടം അവരുടെ സമ്മതത്തോടെ കഴിച്ചിട്ടാണ് നാരദ മഹർഷിക്ക് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റും കൂടി കിട്ടിയത്, നോളജും കിട്ടിയത്. അപ്പൊ സാധാരണ രീതിയിൽ ഇതെല്ലാം ഒരു വളരെ ലോ ലെവലായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഭക്തന്മാർക്ക് അറിയാം അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്. അത് കണ്ടാമിനേറ്റഡ് അല്ല, അതില് അവരുടെ എംപവർമെന്റ് ഉണ്ട്, അതായത് ഭക്തന്മാരുടെ ശക്തി അതിലുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും അത് ഉണരുമ്പോൾ വിശ്വാസത്തോടു കൂടിയിട്ട്, ഓക്കെ, അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൽ വിശ്വാസമാണ്. വിശ്വാസത്തിന് കാര്യമില്ല, അല്ലെങ്കിൽ അത് ഉച്ചിഷ്ടമാണ്, അല്ലെങ്കിൽ അത് കണ്ടമിനേറ്റഡ് ആണ്. നമ്മുടെ അതായത് ആരാണോ, ഏതൊരു ഡിവോട്ടിയാണോ, ഏതൊരു ആചാര്യനാണോ, അവരുടെ ആ ഒരു ബലം, തപോബലം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ ആ ഒരു ഹയർ പൊസിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ട് നമ്മൾ കണ്ടാൽ കാര്യമില്ല. അപ്പോൾ ഭഗവാന്റെ ഡിവോട്ടീസ് നമ്മുടെ യാതൊരു അന്തരം കാണാൻ പാടില്ല. ഭഗവാനും സമർപ്പണം ചെയ്തിട്ട് കഴിക്കുന്നതും അത് പ്രസാദം. ഭഗവാന്റെ ഭക്തൻ അത് കഴിച്ച് കിട്ടുന്ന ആചാര്യന്മാർ കഴിക്കുന്നത് മഹാപ്രസാദം, അല്ലേ? മഹാപ്രസാദയപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് കൂട്ടും. ഇവിടെ പറയുന്നതും അതാണ്, നമ്മൾ എന്ത് കഴിക്കുന്നു അത് ഭഗവാന് സമർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Therefore, only the Krishna conscious person can attain perfection in yoga practice. Nor can one who artificially abstains from eating manufacturing his own personal process of fasting practice yoga. അപ്പൊ എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഫോളോ ചെയ്യും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ചില ആൾക്കാർ വ്യാഴാഴ്ച ഫാസ്റ്റ് ചെയ്യും, ബുധനാഴ്ച പ്രാക്ടീസ് ചെയ്യും, തിങ്കളാഴ്ച ഫാസ്റ്റ് ചെയ്യും, അങ്ങനെ പല വ്യത്യസ്ത ദിവസങ്ങളിൽ ഓരോരുത്തർ ഫാസ്റ്റ് ചെയ്യും. ഇതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ല നമ്മുടെ സ്വന്തം അതിന് വലിയ ഉപയോഗം ഉണ്ടാവില്ല അതാണ് ഇവിടെ പറയുന്നത്. Nor can one who artificially abstains from eating, manufacturing his own personal process of fasting, practice yoga. അത് ശാസ്ത്രത്തിന്റെ ആധാരത്തിലായിരിക്കണം. ഏകാദശി ഫാസ്റ്റിംഗ്, യെസ്, ശാസ്ത്രം പറയുന്നുണ്ട്, അല്ലേ? പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്, അതായത് പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ആൾക്കാർ ഫാസ്റ്റ് ചെയ്യും. ഇറ്റ്സ് നോട്ട് റെക്കമെൻഡ്. അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. വിശന്ന് കിടക്കുക എന്നല്ലാണ്ട് അവനവൻ്റെ ആരോഗ്യം
പോകുന്നല്ലാണ്ട് ഒരു കാര്യമില്ല അല്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസും ഈ യോഗ അഭ്യാസത്തിന് പറ്റിയതല്ല എന്നാ പറയുന്നത്. സോ ഭഗവാന്റെ ഓരോ ഫെസ്റ്റിവൽ സമയത്ത് ജന്മാഷ്ടമി, ഗൗർ പൂർണിമ, രാമനവമി, നിത്യാനന്ദ ത്രയോദശി, അതേപോലെ നരസിംഹ ചതുർദശി, ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് അതിൻ്റെതായ റെസ്പെക്റ്റീവ് ഡേ ഫാസ്റ്റ് ചെയ്യാം. ഓരോ ആചാര്യന്മാരുടെ ആവിർഭാവം, തിരോഭാവം, ആ സമയത്ത് ഫാസ്റ്റ് ചെയ്യാം. ഇതെല്ലാം റെക്കമെൻഡഡ് ഇൻ ദ ശാസ്ത്രാസ്. നമ്മളുടെ സ്വന്തം ഭൗതിക തലത്തിലുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് അത് ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ റെക്കമെൻഡഡ് അല്ല എന്നാണ് പറയുന്നത്. സോ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഒബ്സർവ് ഫാസ്റ്റിംഗ് ആസ് ഇറ്റ് ഈസ് റെക്കമെൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. He does not fast or eat more than is required and is thus competent to perform yoga practice. One who eats more than required will dream very much while sleeping and he must consequently sleep more than required. കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഉറങ്ങും, കൂടുതൽ സ്വപ്നങ്ങളും കാണും. ആ സ്വപ്നങ്ങൾ എങ്ങനത്തെ സ്വപ്നങ്ങളായിരിക്കും? നല്ല പാലറ്റബിൾ ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ കഴിച്ചാൽ കൂടുതൽ ഉറക്കം, കൂടുതൽ സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിനെ, നമ്മുടെ കോൺഷ്യസിനെ അജിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ 41 ദിവസം വ്രതം ചെയ്തിട്ട് ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ അത് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് വേണം നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ. എന്താ പിന്നെ എന്തിനാണ് ഈ 41 ദിവസം വ്രതം ഇത്ര ബുദ്ധിമുട്ടിയിട്ട്? ആരെങ്കിലും അയ്യമ്മൻ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്? ബുദ്ധിമുട്ടാണ്, വേണ്ട, കഴിക്കണം. ഈ 41 എന്തിനാ ബുദ്ധിമുട്ടുന്ന അനാവശ്യമായിട്ട്? പിന്നെ അത് ആക്ച്വലി അത് നമ്മൾ മാറ്റണം. അത് കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ അത് കഴിക്കരുത് പറയുന്നത്. പിന്നെ എന്തിനാ വീണ്ടും വന്നിട്ട് കഴിക്കാൻ പോകുന്നത്? പിന്നെ എന്ത് ഗുണം? അത് എലിഫന്റ് ബാത്തിങ് പോലെയാണ്. അതായത് ആന പുഴയിൽ ചെന്ന് നന്നായി കുളിച്ച് വീണ്ടും കരയിൽ വന്നിട്ട് മണ്ണ് വാരിടുന്ന പോലെ. പരീക്ഷിത് മഹാരാജാവ് ചോദിക്കേണ്ട സുഖദേവ് ഗോസ്വാമിയോട്, അങ്ങനെ അട്ടോൺ ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മൾ കാശിയിൽ പോകുന്നു, പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു, ഗംഗയിൽ കുളിക്കുന്നു, പാപം അവിടെ കൈ കളയുന്നു, തിരിച്ചു വന്നിട്ട് വീണ്ടും പാപം ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അട്ടോൺമെന്റ് പ്രായശ്ചിത്തത്തിന് എന്ത് കാര്യം? അപ്പം അതേപോലെ നമ്മൾ ശബരിമലയ്ക്ക് പോവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അവിടെ നമ്മൾ ഒരു ഓസ്ട്രിറ്റി എടുക്കുകയാണ്. പക്ഷെ ആ ഓസ്ട്രിറ്റി 10 ദിവസം 20 ദിവസം, അത് കഴിഞ്ഞാൽ വീണ്ടും അതന്നെ വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് കിട്ടുന്നില്ല. അതായത് ചെയ്യുന്നത് പാപം ചെയ്യുന്നു, അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുണ്യം ചെയ്യുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും പോകും. എവിടേത്? പക്ഷേ ശാസ്ത്രപ്രകാരം നമ്മൾ പാപം ചെയ്തിട്ട് പുണ്യം ചെയ്താൽ അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല, കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റില്ല. പാപത്തിന് പാപം നമ്മൾ അതിൻ്റെ റിയാക്ഷൻ അനുഭവിക്കേണ്ടി വരും, പുണ്യത്തിന് പുണ്യത്തിന്റെ റിയാക്ഷൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഒന്നുകൊണ്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 10 രൂപയ്ക്ക് ഞാൻ പാപം ചെയ്തു, 10 രൂപയ്ക്ക് പുണ്യം ചെയ്താൽ അത് രണ്ടും എന്തായി? നില്ലായോ? ഇല്ല. 10 രൂപയുടെ പാപം ചെയ്തിട്ട് 10 രൂപയുടെ അതായത് റിയാക്ഷൻ ഞാൻ അനുഭവിക്കണം. 10 രൂപയുടെ പുണ്യം ചെയ്തിട്ട് ആ 10 രൂപയുടെ പുണ്യം ഞാൻ അനുഭവിക്കണം. രണ്ടും കൂടി ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ നലിഫൈ ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും അങ്ങനെ, ഞാൻ കുറെ പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ കുറെ പുണ്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ചെയ്യാൻ പറ്റില്ല. He does not fast or eat more than is required and he is thus competent to perform yoga practice. One who eats more than required will dream very much while sleeping and he must consequently sleep more than is required. One should not sleep more than 6 hours daily. One who sleeps more than 6 hours out of 24 hours is certainly influenced by the mode of ignorance. Person in the mode of ignorance is lazy and prone to sleep a great deal. Such a person cannot perform yoga. അപ്പോൾ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരെ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ അവർക്കൊന്നും യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഏത് യോഗയാണ് പറയുന്നത്? ധ്യാനയോഗ. ഈ ചാപ്റ്റർ ധ്യാനയോഗം. അപ്പൊ ധ്യാനയോഗത്തിനെ പറ്റിയുള്ള പ്രതിപാദിക്കുന്നതും കൂടി പ്രഭുപാദ പർപ്പോട്ടില് ഭക്തി യോഗ is the easy process.
അതിനെന്താണ് ചെയ്യേണ്ടത് അതും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ടെക്സ്റ്റ് 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. രോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരി ബോൾ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരി ബോൾ. ആഹാ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കുന്നു. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വദുഃഖങ്ങളും അകറ്റാൻ കഴിയും. ഹരേ കൃഷ്ണ. Very good. He who is regulated in his habits of eating, sleeping, recreation, and work can mitigate all material pains by practicing the yoga system. നമ്മൾ റെഗുലേറ്റ് ചെയ്യണം നമ്മളുടെ ഹാബിറ്റ്സ്. എന്തൊക്കെ ഏതിലൊക്കെ? ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, റിക്രിയേഷൻ ആൻഡ് വർക്ക്. അവർക്ക് മാത്രം റെഗുലേറ്റഡ് ആയിരിക്കണം. എന്താ കൂടുതലും പാടില്ല, കുറവും പാടില്ല. അതാണ് ഈറ്റിംഗ് ടു മച്ച്, സ്ലീപ്പിംഗ് ടു മച്ച്, ഓർ ഈറ്റിംഗ് ലെസ് ഓർ സ്ലീപ്പിംഗ് ലെസ്, രണ്ടും പാടില്ല. ഒക്കെ റെഗുലേറ്റഡ് ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, റിക്രിയേഷൻ ആൻഡ് വർക്ക്, ഇതെല്ലാം നമ്മൾ റെഗുലേഷൻ ആയിട്ട് കൂടുതലും പാടില്ല, കുറവും പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് they can mitigate all material pains by practicing the yoga system. Yukta ahara, regulated ahara, eating, vihara, recreation, ഇതെല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. Extravagance in the matter of eating, sleeping, defending and mating, ahara, nidra, vayamaitanam, which are demands of the body, can block advancement in the practice of yoga. അതായത് മോർ ദാൻ റിക്വയർഡ് എക്സസ് ആയിട്ടുള്ള എനിത്തിങ്, എസ്പെഷ്യലി ആഹാര, നിദ്ര, ഭയമൈത്തനം, ഇതെല്ലാം നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിനെ ഇംപീഡ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഒബ്സ്റ്റാക്കിൾ, ഇംപെഡിമെന്റ് ഇൻ അഡ്വാൻസ്മെന്റ് ഓഫ് യോഗ. As far as eating is concerned, it can be regulated only when one is practiced to take and accept prasadam. പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ആഹാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നത്തിങ്, നോ മോഡ് ഓഫ് ഇഗ്നോറൻസ്, നോ മോഡ് ഓഫ് പാഷൻ. അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലുള്ള ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അതും ഭഗവാന് ഓഫർ ചെയ്തിട്ട് പ്രസാദം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ വർജിക്കണം. സത്വഗുണത്തിലുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതും ഭഗവാന് ഓഫർ ചെയ്യണം പ്രീതിയോട് കൂടിയിട്ട്. അതാണ് പറയുന്നത്, പത്രം പുഷ്പം ഫലം ദ്വയം യോമേ ഭക്തിയ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം. രണ്ട് പ്രാവശ്യമാണ് ഭക്തി പറഞ്ഞിരിക്കുന്നത്, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭക്തിയോടുകൂടി, ഭക്തി പുരസ്കരം അത് ഭഗവാന് സമർപ്പണം ചെയ്യണം. എന്നിട്ട് ഭക്തി പുരസ്പരം നമ്മളത് ഓണറേയും ചെയ്യണം. Lord Krishna, prasadam sanctified. Lord Krishna is offered, according to the Bhagavad Gita 9:26, vegetables, flowers, fruits, grains, milk, etc. In this way, a person in Krishna consciousness becomes automatically trained not to accept food not meant
for human consumption or not in the category of goodness. ഒരിക്കലും സത്വഗുണമല്ലാത്ത തമോ ഗുണത്തിലോ രജോ ഗുണത്തിലുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഇതൊക്കെ താഴ്ന്ന ജീവജാലങ്ങൾക്കാണ്, അനിമൽ കിങ്ഡം, or not in the category of goodness. As far as sleeping is concerned, a Krishna conscious person is always alert in the discharge of his duties in Krishna consciousness. നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. എന്താണ് പറയാ, ഒരു ഇതുണ്ട്, കാക്കചേഷ്ട സ്വൻ നിദ്ര, ബ്രഹ്മചാരിയുടെ 5 ലക്ഷണം. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അടുത്ത ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചാരി ഒരു മിനിറ്റ്. ജസ്റ്റ് ഈ 5 ലക്ഷണം, ബ്രഹ്മചാരിയുടെ 5 ലക്ഷണം പറയണേ. കാക്കചേഷ്ട എന്നാണ് കാക്കചേഷ്ട പറഞ്ഞ? കാക്കകൾ കണ്ടിട്ടുണ്ട്, വളരെ ഇന്റലിജന്റ് ആണ് കാക്ക. അതിന് വെള്ളം നമ്മൾ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വെള്ളം കുറച്ചുണ്ട് ഗ്ലാസ്സിൽ, അത് കല്ല് കുറഞ്ഞിട്ടിട്ട് ആ വെള്ളം ഉയരുമ്പോൾ അത് കുടിക്കും. ഇന്റലിജൻസ് ഉപയോഗിക്കും. അപ്പോൾ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു കാക്ക പോലുള്ള ഒരു ഇന്റലിജൻസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാക്കചേഷ്ട. സ്വനിദ്ര എന്നാണ്. സ്വനിദ്ര എന്ന് പറഞ്ഞാൽ നായയുടെ ഉറക്കം, സ്വാൻ. അതായത് പെട്ടെന്ന് അലേർട്ടാണ്, ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി ഉടനെ അത് ഉണരും. അതേപോലെ ബ്രഹ്മചാരി അന്തം വിട്ട് ഉറങ്ങാൻ പാടില്ല, ചെറിയ ഒരു വളരെ അലേർട്ടായിരിക്കണം. അങ്ങനെ, അതായത് സ്വാനിദ്ര. പിന്നെ അല്പാഹാരം, അതായത് ഇവിടെ അല്പാഹാരം എന്ന് പറഞ്ഞാൽ മിതാഹാരം. ആഹാരം കഴിക്കുന്നത് എന്തായിരിക്കണം? വളരെ മിതമായിരിക്കണം. പിന്നെ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം അതായത് നമ്മൾ അനാവശ്യമായിട്ടുള്ള മിംഗ്ലിംഗ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് പാടില്ല. ദേ ഷുഡ് ബി സെലിബേറ്റ്. പിന്നെന്താ ഒന്നും കൂടി ഉണ്ട്, മറന്നു ഞാൻ. എന്നാലും ഇതാണ് ഒരു ബ്രഹ്മചാരിയുടെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ 5 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്ന് ഞാൻ ഓർമ്മിച്ച് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപാട് റെഗുലേഷൻസ് ചെയ്യാണ്ട്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മെയ്റ്റിംഗ്, ഡിഫെൻഡിങ്ങിലൊക്കെ ഒരുപാട് റെഗുലേഷൻ ചെയ്തിട്ട് വേണം ഈ യോഗ അഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് അവ്യർത്ഥ കാലത്വം. അവ്യർത്ഥ കാലത്വം. എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ cannot bear to pass a minute of his life without being engaged in the service of the Lord. അവ്യർത്ഥ കാലത്വം. ഒരു നിമിഷം കൂടി നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. Therefore his sleeping is kept to a minimum. അതിൽ ഭഗവദ്ധ്യാനം, കാക്കചേഷ്ട ഭഗവദ്ധ്യാനം എന്ന് പറഞ്ഞാൽ കൊറ്റി കണ്ടിട്ടുണ്ടല്ലോ, ക്രെയിൻ. അതിൻ്റെ മെഡിറ്റേഷൻ എങ്ങനെയാണ്? അത് ഈ നദീതീരത്തിൽ ഇങ്ങനെ നിൽക്കും, അനങ്ങാതെ നിൽക്കും. അതിങ്ങനെ മത്സ്യങ്ങൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ചാൻസ് കിട്ടി ഒറ്റ കൊത്താണ്, പെട്ടെന്ന് എടുക്കും. അത്രയും മെഡിറ്റേറ്റീവ് മൂഡിലാണത്. അറിയില്ല, അതൊരു ജീവൻ്റെ തന്നെ അറിയില്ല. അങ്ങനെ നിൽക്കും, ഒറ്റക്കാലിൽ നിൽക്കും ചിലപ്പോൾ. എന്നിട്ട് മനസ്സ് പെട്ടെന്ന് എടുക്കും. അത്രയും അതിനെ ധ്യാനിച്ചിട്ട് അറിയാം. അപ്പം നമ്മളുടെ ഫോക്കസ്
സ്റ്റഡീസിൽ അതേപോലെ ഇരിക്കണം. ബ്രഹ്മചാരികൾക്ക് എന്താണ്, അവർ സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ സ്റ്റഡിയിലും അവരുടെ ഫോക്കസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് കാക്കചേഷ്ട, ഭഗവദ്ധ്യാനം, സ്വാനിഷ്ഠ, സ്വാനിദ്ര, അല്പാഹാര, ഗൃഹത്യാഗി, വിദ്യാർത്ഥി, പഞ്ചരക്ഷി. ഗൃഹത്തി എന്ന് പറഞ്ഞാൽ അവര് വീട്ടില് സ്റ്റുഡന്റ് ലൈഫാണ്, ബ്രഹ്മചര്യാണ്, അവർ ഗുരുകുലത്തിൽ ധരിക്കണം. ഇതാണ് ബ്രഹ്മചാരിയുടെ 5 ലക്ഷണം എന്ന് ആര് പറഞ്ഞത്? ബ്രഹ്മചാരി, വിദ്യാർത്ഥി, അതായത് ചാണക്യ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്. സോ ഹിസ് ഐഡിയൽ in this respect is Srila Rupa Goswami, who was always engaged in the service of Krishna and who could not sleep more than 2 hours a day, and sometimes not even that. Rupa Goswami, Shad Goswami അവരൊക്കെ വൃന്ദാവനത്തിലെ ഷഡ് ഗോസ്വാമി അവരൊക്കെ 2 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. പ്രഭുപാദിമാ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ അവരൊന്നും അനുകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മിനിമം ഒരു 6 hours പറഞ്ഞു തരുന്നുണ്ട്. സോ വി ക്യാൻ സ്ലീപ് 6 hours മിനിമം ആവറേജ്. കുട്ടികളും വയസ്സായ ആൾക്കാരും കുറച്ച് കൂടുതൽ ഉറങ്ങും, പക്ഷെ ഏകദേശം ഒരു യൂത്ത് ലെവലിലെ ആൾക്കാരൊക്കെ വയസ്സ് കൂടുതലും വ്യത്യാസം വരും, കുട്ടികൾക്കും കൂടുതൽ ഉറങ്ങണം. പക്ഷെ ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ് കഴിയുമ്പോൾ ടിൽ വി ബിക്കം ഏജ്, അവർ സീനിയർ സിറ്റിസൺ, എനിക്കൊക്കെ കൂടുതൽ ഉറങ്ങാം കേട്ടോ, സീനിയർ സിറ്റിസൺ. ഓക്കെ, 6 hours. മറ്റേത് ഇവരൊക്കെ ഗോസ്വാമി അവരൊക്കെ 2 മണിക്കൂർ, നമ്മുടെ ശ്രീലപ്രഭുപാദ് 2-3 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. അതായത് 10 to 12 അങ്ങനെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കും, പിന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ലേഷൻ ചെയ്യും. ഭഗവത്ഗീത, ഭാഗവതം, ചരിതാമൃത, അങ്ങനെ വളരെ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ. പിന്നെ ഹരിദാസ് ഠാക്കൂർ ഇവിടെ പറയുന്നത്, and sometimes not even that. Thakur Haridas would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 sleep. 300,000 names ചാൻഡ് ചെയ്യണമെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 22 hours ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഉറക്കവും ഇല്ല, ഭക്ഷണവും ഇല്ല. ആലോചിച്ചു, നമ്മൾ 16 മാല ചെല്ലുമ്പോ തന്നെ നമ്മളുടെ അങ്ങനെയാണ്. അതാണ് അവരൊക്കെ ഗോസ്വാമിമാരാണ്, സാധാരണ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരല്ല. ആസ് ഫാർ ആസ് വർക്ക് ഈസ് കൺസേൺ, Krishna conscious person does not do anything which is not connected with Krishna's interest, and thus his work is always regulated and is untainted by sense gratification. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി കൃഷ്ണനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ, വേറെ ഒന്നിലും അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കില്ല. ആൻഡ് ഈസ് അൺടൈൻറ്റഡ് ബൈ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഇന്ദ്രിയ ഭോഗത്തിലുള്ള ഒരു കാര്യങ്ങളും അവർ താല്പര്യം കാണിക്കില്ല, അതൊന്നും ചെയ്യുകയും ചെയ്യില്ല. Since there is no question of sense gratification, there is no material leisure for a person in Krishna consciousness. നമ്മുടെ റിക്രിയേഷൻ കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. കാരണം വെച്ചാൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമുള്ള ആൾക്കാരാണ് ലീഷറിൽ അവിടെ പിക്നിക് പോവുക, അവിടെ പിക്നിക് പോവുക, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോവുക, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് സൈറ്റ് സീയിങ്ങിനൊക്കെ, അങ്ങനത്തെ ആൾക്കാർ ലീഷർ. So in Krishna consciousness, and because he is regulated in all his work, speech, sleep, wakefulness, and all other bodily activities, there is no material misery for him. So ഇതിലെല്ലാം റെഗുലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് മെറ്റീരിയൽ ആയിട്ട് യാതൊരു മിസറി ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്താണ്, ദുർഗാദേവി നമ്മളെ കൺട്രോൾ ചെയ്യും. ദുർഗാദേവിയുടെ കയ്യിൽ എന്താണത്? ശൂലം, ത്രിശൂൽ, അല്ലേ, ട്രിഡന്റ്, 3 എണ്ണം, എന്താണ് പറയാ, സ്പിയർ, അല്ലേ. അപ്പൊ അതെന്താണ്, അത് എന്താണത് ഇത് ചെയ്യുന്നത്? ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദേവിക് മിസറീസ്.
നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ വെംസിക്കലി ജീവിക്കുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തിലല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 മിസറീസ് തീർച്ചയായിട്ടും വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പാർട്ട് ഫ്രം 4 പ്രോബ്ലംസ്, ജന്മ, മൃത്യു, ജര, വ്യാധി. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ദുർഗാദേവി. ദുർഗാദേവിയുടെ കയ്യിൽ എപ്പോഴും ട്രീഡുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ പോക്കിയതുകൊണ്ടിരിക്കും, കുത്തിക്കൊണ്ടേയിരിക്കും. എന്താണ്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ക്ലേശങ്ങൾ. അതിന്റെ പുറമെ ജന്മ, മൃത്യു, ജര, വ്യാധി. പക്ഷെ ഇത് കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ദുർഗാദേവി കൺട്രോൾ ചെയ്യില്ല. ആരാണ് കൺട്രോൾ ചെയ്യുക? യോഗമായ. യോഗമായുടെ കയ്യിൽ എന്താണുള്ളത്? താമരപ്പൂവാണുള്ളത്. അവിടെ ഇതില്ല, ട്രെഡന്റ് ഇല്ല, തൃശ്ശൂരമില്ല. താമരപ്പൂവാണ്ടായിരിക്കുന്നു അല്ലേ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈഫും അതേപോലെ ആയിരിക്കും. നമ്മുടെ ഇതിൽ സ്പീച്ച്, സ്ലീപ്പ്, വേക്ക്ഫുൾനെസ്, എല്ലാ ബോഡിലി ആക്ടിവിറ്റീസും നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. കൃഷ്ണാവബോധത്തിലായിരിക്കണം. കൃഷ്ണന് പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും. എന്നാൽ നമുക്ക് മെറ്റീരിയൽ മിസറി ഉണ്ടായിരിക്കില്ല, ഭൗതിക തലത്തിലെ ക്ലേശങ്ങൾ ഉണ്ടായിരിക്കില്ല. 18 യഥാ വിനിയതാം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിഷ്പ്രഹ സർവകാമേഭ്യോ യുക്ത ഇതി ഉച്യതേ തദാ. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിഷ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇതി ഉച്യതേ തദാ. ഹരേ കൃഷ്ണ. ശ്രീദേവ് മാതാജി. ഹരേ കൃഷ്ണ. യഥാ വിനീതം ചിത്തം ആത്മനി ഏവ അവതിഷ്ഠതേ നിസ്പൃഹേ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. വെരി ഗുഡ്. റോഷി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി ആൻഡ് സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. യഥാ വിനീയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. ഹരേ കൃഷ്ണ. യഥാ വിനിയതം ചിത്തം ആത്മാന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. ഹരേ വെരി കൃഷ്ണ. ഗുഡ്. സിനി മാതാജി. ഹരേ കൃഷ്ണ. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. വെരി ഗുഡ്. എൻ്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചിരുന്നു. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. Very good. Even the yogi, by practice of yoga, disciplines his mental activities and becomes situated in transcendence, devoid of all material desires. He is said to be well established in yoga. അപ്പോൾ യോഗി വര്യൻ നമ്മളിതെല്ലാം റെഗുലേറ്റ് ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് ബോഡ്ലി ആക്ടിവിറ്റീസും മെൻ്റൽ ആക്ടിവിറ്റീസും രണ്ടിനെയും നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ നമ്മൾ ആ ട്രാൻസെൻഡൻറ്റ് 3 ഗുണത്തിൻ്റെ അതീതമായിട്ടുള്ള തലത്തിലേക്ക് എത്തുന്നു. ഡിവൈഡ് ഓഫ് ഓൾ മെറ്റീരിയൽ ഡിസൈർ. അപ്പോൾ ഒരു തരത്തിലുള്ള ഭൗതിക ആഗ്രഹങ്ങളും പിന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു യോഗിയാണ് എസ്റ്റാബ്ലിഷ് ഇൻ യോഗ എന്നാണ് പറയുന്നത്. The activities of the yogi are distinguished from those of an ordinary person by his characteristic cessation from all kinds of material desires, of which sex is the chief. A perfect yogi is so well disciplined in the activities of the mind that he can no longer be disturbed by any kind of material desire. This perfectional stage can automatically be attained by persons in Krishna consciousness, as stated in Srimad Bhagavatam 9.4.18 and 18 to 20. അപ്പോൾ ഈ യോഗിവര്യന്മാർ, ധ്യാനയോഗികൾ ചെയ്യുന്ന
അതിൻ്റെ റിസൾട്ട് ഭക്തിയോഗികൾക്ക് കിട്ടും. അത് ഇത്രയൊന്നും കഠിനാധ്വാനം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത്? അംബരീഷ് മഹാരാജാവിന്റെ ഉദാഹരണമാണ് കൊടുക്കുന്നത്. സവൈപ്മനാവ കൃഷ്ണ പാദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനീ കരോഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചക്രാച്യുത കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യ ഗാത്ര സ്പർശേംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുലസ്യാരസനം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പാദാനുസ്പർശനെ ശിരോ ഋഷികേശ പാദാഭിവന്ദനെ കാമം ച ദാസ്യേന തു കാമകാമയാ യഥോത്തമ ശ്ലോക ജനാശ്രയതി. എന്നാണ് ഇവിടെ പറയുന്നത്? കിങ് അംബരീഷ ഫസ്റ്റ് ഓഫ് ഓൾ എൻഗേജ് ഹിസ് മൈൻഡ് ഓൺ ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ് കൃഷ്ണ. അപ്പോൾ 9 ടൈപ്സ് ഓഫ് ഡിവോഷണൽ സർവീസ്, എങ്ങനെ തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ ലിംസിനെയും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വളരെ സരളമായിട്ടുള്ള രീതിയിലൂടെ നമുക്ക് ഈ ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അതേ റിസൾട്ടിന് സിമ്പിളായിട്ടുള്ള ഭക്തി യോഗം കൊണ്ട് നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ്. അതിനുള്ള ഉദാഹരണമാണ് അംബരീഷ് മഹാരാജാവ്. തൻ്റെ മനസ്സിനെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചു. Then one after another he engaged his words describing the transcendental qualities of the Lord. തൻ്റെ സ്പീച്ച്, പവർ ഓഫ് സ്പീച്ചിനെ ഭഗവാന്റെ കീർത്തനത്തിന് വേണ്ടി, ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഹിസ് ഹാൻഡ്സ് ഇൻ മോപ്പിംഗ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ കരങ്ങളെ ഉപയോഗിച്ചു. ഹിസ് ഇയേഴ്സ് ഇൻ ഹിയറിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ലോർഡ്, കർണം അങ്ങനെ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഹിസ് ഐസ് ഇൻ സീയിങ് ദ ട്രാൻസ്ലർ ഫോംസ് ഓഫ് ദ ലോർഡ്, ഭഗവാന്റെ അർച്ചവിഗ്രഹം അതിൻ്റെ ദർശനത്തിന് വേണ്ടി തൻ്റെ 2 ചക്ഷു കണ്ണുകളെ ഉപയോഗിച്ചു. ഹിസ് ബോഡി ഇൻ ടച്ചിങ് ദ ബോഡീസ് ഓഫ് ദ ഡിവോട്ടീസ്, ഭക്തന്മാരുടെ ആലിംഗനം ചെയ്തിട്ട് ഭക്തന്മാരുടെ പാദധൂളി എടുത്തിട്ട് തൻ്റെ ബോഡി സ്പർശനം ആ സെൻസസിന് ഉപയോഗിച്ചു. ഹിസ് സെൻസ് ഓഫ് സ്മെൽ ഇൻ സ്മെല്ലിംഗ് ദ സെൻസ് ഓഫ് ദ ലോട്ടസ് ഫ്ലവേഴ്സ് ഓഫേർഡ് ടു ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ഇൻസെൻസ് അല്ലെങ്കിൽ സെന്റ് ഭഗവാൻ അർപ്പിച്ചിട്ടില്ല, അതിനുവേണ്ടി നമ്മുടെ നാസിക ഉപയോഗിച്ചു, സ്മെല്ലിംഗ് പവർ. ആൻഡ് ഹിസ് ടങ് ഇൻ ടേസ്റ്റിംഗ് ദ തുളസി ലീഫ് ഓഫേർഡ് അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ ലോർഡ്. തുളസി ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനിടാം, അല്ലെങ്കിൽ നമുക്കത് ഒരു പ്രസാദമായിട്ട് നമുക്ക് ഓണർ ചെയ്യാം. അപ്പം അങ്ങനെ ടങ് അതിന് ഉപയോഗിച്ചു. Tongue tasting tulasi leaf offered at the lotus feet of the Lord. His legs in going to places of pilgrimage, തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് തൻ്റെ കാലുകളെ ഉപയോഗിച്ചു. And the temple of the Lord, his head in offering obeisances unto the Lord, തൻ്റെ ശിരസ് ഭഗവാനെ പ്രണാമം ചെയ്യാൻ വേണ്ടിയിട്ട് അനുഭവിച്ചു. And his desires in executing the mission of the Lord, ഭഗവാന്റെ എന്താണോ മിഷൻ അത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ആഗ്രഹങ്ങളെ ഉപയോഗിച്ചു. ഓൾ ദീസ് ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ആർ ക്വൈറ്റ് ബെഫിറ്റിംഗ് ബ്യൂട്ടിഫിറ്റി. ചുരുക്കത്തിൽ എല്ലാ സെൻസസും ഇന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഭഗവാന്റെ ആ ഒരു സേവനത്തിൽ ഉപയോഗിച്ചു. അതിൻ്റെ ഫലം ഇതൊക്കെ വളരെ വളരെ സരളമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ വലിയൊരു ഓസ്ട്രേലിയൻ എടുക്കേണ്ട ആവശ്യമില്ല, ധ്യാനയോഗികൾ അല്ലെങ്കിൽ അഷ്ടാംഗികൾ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് ഇത്രയും സരളമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നവവിധ ഭക്തിയിലൂടെ നമുക്ക് ഭഗവാന്റെ ആ ഒരു പ്രീതി കിട്ടാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദിസ് ട്രാൻസെൻഡൽ സ്റ്റേജ് മേ ബി ഇൻഎക്സ്പ്രസിബിൾ subjectively by the followers of the impersonalist path, but it becomes very easy and practical for a person in Krishna consciousness, as is apparent in the above description of the engagements of Maharaja Ambarisha. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇംപേഴ്സണലിസ്റ്റ് മായാവത ഫിലോസഫി പറയുന്ന ആൾക്കാർക്ക് അത്ര പാലറ്റബിൾ ആയിരിക്കില്ല. Unless the mind is fixed on the lotus feet of the Lord by constant remembrance, such transcendental engagements are not practical. In the devotional service of the Lord, therefore, these prescribed activities are called archana, or engaging all the senses in the service of the Lord.
the senses and the mind require engagement, simple abnegation is not practical. നമ്മൾ അതിനെ മാറി നിൽക്കല വേണ്ട. ഓക്കെ, സെൻസസിനെ ആക്റ്റീവ് ചെയ്യണം. എങ്ങനെ? എൻഗേജ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്. അല്ലാണ്ട് അതിനെ ആക്റ്റീവ് ചെയ്യാണ്ട് അതിനെ റിജക്റ്റ് അല്ല ചെയ്യേണ്ടത്. സെൻസസിനെ എപ്പോഴും എൻഗേജ് ചെയ്യാണ് വേണ്ടത്. അയ്യോ ഇറ്റ് ഈസ് മെറ്റീരിയൽ, നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് സെൻസസിനെ കൺട്രോൾ ചെയ്യാനാണ് വേണ്ടത്, അതിനെ എൻഗേജ് ചെയ്യാണ് വേണ്ടത്. Therefore, for people in general, especially those who are not in the renounced order of life, transcendental engagement of the senses and the mind, as described above, is a perfect process for transcendental achievement, which is called yukta in the Bhagavad Gita. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയും, അതായത് പഞ്ചേന്ദ്രിയങ്ങളെയും അതുപോലെ കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഭഗവാന്റെ സേവനത്തിൽ സമർപ്പിക്കുക. ഇതാണ് ഒരു സാധാരണ വ്യക്തി ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത്രയും കഠിനമായിട്ടുള്ള ഒരു യോഗ അഭ്യാസം ഇന്നത്തെ കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നവഭിധ ഭക്തിയിലൂടെ അംബരീഷ് മഹാരാജാവിന് അത് നല്ലൊരു ഉദാഹരണമാണ്. അതിലൂടെ നമുക്ക് അതേ അഷ്ടാംഗ യോഗം ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് ട്രാൻസെൻഡൽ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് ഇത് ഈ ശ്ലോകത്തിൽ പോവാതെ പറയുന്നത്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 19 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തकोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदी. हरि हरि हरे कृष्ण हरे कृष्ण.